الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعرض الذين كفروا على النار أذهبتم طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും അവന്റെ അടിമകൾ എന്ന നിലക്ക് അവനിലേക്ക് ഒരുമിച്ച് കൂടപ്പെടേണ്ടവർ എന്ന നിലക്ക് അവന്റെ മൂർത്തമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവർ എന്ന നിലക്ക് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാവാൻ, സൂക്ഷ്മാലുക്കളാവാൻ, ഭക്തരാവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഒറ്റവാക്കിൽ എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നാം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഴയ കലണ്ടറിന് പകരം പുതിയവ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരുപാട് പേജുകൾ എഴുതാൻ ബാക്കിയുണ്ടായിരുന്നാലും നമ്മുടെ കയ്യിൽ ഉള്ളത് പുതിയ ഡയറികളാണ്. ഹാപ്പി ന്യൂ ഇയർ എന്ന പുതുവത്സരാശംസ വാർത്താമാധ്യമങ്ങളും പത്രമാസികകളും വ്യക്തികൾ തമ്മിലും കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന രാത്രിയിൽ പുതുവർഷത്തെ സ്വീകരിക്കുവാൻ ലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവുകളിൽ ആട്ടും പാട്ടും പടക്കവുമായി കഴിച്ചുകൂട്ടി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പോയി മറ്റൊരു വർഷം വരിക എന്നത്
കേവലമായ ഒരു കലണ്ടർ മാറ്റത്തിന്റെ പ്രശ്നമല്ല, ഒരു ഡയറിക്ക് പകരം മറ്റൊന്ന് വാങ്ങി വെക്കുന്നതിന്റെ പ്രശ്നമല്ല. ഹാപ്പി എന്ന മോടി കൂടിയ അക്ഷരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന അർത്ഥശൂന്യമായ സംസ്കാരത്തിന്റെയും പ്രശ്നമല്ല. മറിച്ച് എന്നെയും നിങ്ങളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മഹാദൗത്യം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിപ്പോന്ന തറവാട്ടിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുക എന്ന വലിയ ദൗത്യം, അതിന് ഉതകുന്ന രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നൽകിയ വിലപ്പെട്ട ജീവിതത്തിലെ ഒരു വർഷം കഴിഞ്ഞുപോയി, നഷ്ടപ്പെട്ടു. അതിശക്തമായ പുനഃപരിശോധനയും ആത്മപരിശോധനയും ഈ സന്ദർഭം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പല നിലക്കുമുള്ള വിശകലനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം. 2025 ശാസ്ത്രം, സാഹിത്യം, സിനിമ, സാമ്പത്തിക മേഖല, ഇതൊക്കെ വേർതിരിച്ചുള്ള ചർച്ചകളും അവലോകനങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ ഒരു പരിശോധന കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റി നടത്തേണ്ടതുണ്ട്. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും 2025 അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, 2025 നമ്മുടെ ആരുടെയും മരണത്തിന്റെ വർഷമായില്ല എന്നതാണ്. 2025 ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ മാറ്റി നിർത്തി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകളൊന്ന് 6 അടി മണ്ണിന്റെ അടിയിലാണ്. അവർക്ക് കഴിഞ്ഞ വർഷത്തെ പൂർണ്ണമായ കണക്ക് അള്ളാഹുവിനോട് പറയേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങൾ വരുന്ന കൂട്ടത്തിൽ മറുപടി പറയേണ്ട ഭാരിച്ച ഒരു ചോദ്യമായി കഴിഞ്ഞ വർഷം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മൾക്ക് എത്തിപ്പെടാനുള്ള സ്വർഗം, പരലോക രക്ഷ കിട്ടുന്ന രൂപത്തിൽ കഴിഞ്ഞ വർഷത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന മൂർത്തമായ ചോദ്യം നാം നമ്മോട് നടത്തേണ്ടതുണ്ട്. 2-3 കാര്യങ്ങളാണ് ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നിലക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ വർഷത്തിന്റെ പൊൻപുലരി കണ്ടതുപോലെ 2027 പൊൻപുലരി കാണാൻ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ മനുഷ്യന്റെ കയ്യിൽ മാവിനികളില്ല. എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ വർഷത്തേക്കായിരിക്കാം നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും നോക്കട്ടെ എന്ന്. അതൊരു സാമൂഹിക ബാധ്യതയല്ല, വൈയക്തികമായ ബാധ്യതയാണ്. എൻ്റെ കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ മതി, അടുക്കളയിലെ കാര്യം ഭാര്യ ശ്രദ്ധിച്ചാൽ മതി, പഠനത്തിന്റെ കാര്യം മക്കൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ എന്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും പരലോകത്തിന്റെ കാര്യം വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് വൈയക്തികമായ ബാധ്യതയാണ്. സ്വാഭാവികമായി മരണത്തോടെ നമ്മൾ ഒറ്റപ്പെടും. ദുനിയാവിലേക്ക് വന്നത് ഒറ്റക്കാണ്. പിന്നീട് നമുക്ക് എല്ലാവരും ഉണ്ടായി. ഈ എല്ലാവരും നമ്മെ കൈയൊഴിയുന്ന ഒരു ദിവസമുണ്ട്. അവിടെ മുതൽ നമ്മൾ ഒറ്റക്കാണ്. ആ ഒറ്റക്കുള്ള യാത്രയിൽ എല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്ത് നേടി സമ്പാദിച്ച് വെക്കണം. അതാണ് വൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും സമ്പാദിക്കട്ടെ. ഞാൻ സമ്പാദിച്ചാൽ എനിക്കേ കിട്ടൂ. എൻ്റെ ആ സമ്പാദ്യത്തിൽ എൻ്റെ ഇണക്ക് യാതൊരു പങ്കുമില്ല. അവളുടെ സമ്പാദ്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് കിട്ടും, അവൾ ചെയ്തിട്ടുണ്ടോ അവൾക്ക് കിട്ടും, മക്കൾ ചെയ്തിട്ടുണ്ടോ അവർക്ക് കിട്ടും, ഇല്ലെങ്കിലോ ആർക്കും കിട്ടൂല. അപ്പൊ അവനവന്റെ കാര്യം അവനവൻ നോക്കണം.
അപ്പൊ അവനവനെ നിർത്തി പച്ചയായ ഒരു മുഹാസബ, ഒരാത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ആയത്തിന്റെ ബാക്കി ഭാഗം എന്താ നോക്കേണ്ടത്? ഓരോരുത്തരും പരിശോധിക്കട്ടെ. എന്ത്? മാ ഖദ്ദമത് ലിഗദിൻ, മരണശേഷം ആരംഭിക്കുന്നതും അവസാനിക്കാതെ തുടരുന്നതുമായ ആ നാളേക്ക് വേണ്ടി ഓരോരുത്തരും എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്നാണ്. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. അതിലൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്, എനിക്ക് അല്ലാഹു ചെയ്യാൻ അവസരം തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് ആദ്യത്തെ പരിശോധന. 365 തഹജ്ജുദ് കഴിഞ്ഞുപോയി, 365 ദുഹ കഴിഞ്ഞുപോയി, ഒരുപാട് നോമ്പുകൾ കഴിഞ്ഞുപോയി, സദഖയുടെ സന്ദർഭങ്ങൾ കഴിഞ്ഞുപോയി, പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കേണ്ട മാസങ്ങൾ കഴിഞ്ഞുപോയി, ദഅവത്ത് രംഗത്ത് നമ്മുടെ ആരോഗ്യവും സമയവും ചെലവഴിക്കേണ്ട ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എത്രത്തോളം എനിക്ക് ആ വിഷയത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നത് നമ്മുടെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കഴിഞ്ഞ ഒരു വർഷം ഒരു വക്ത് പോലും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഫർദ് നമസ്കാരത്തിന്റെയും റവാത്തിബ് അവഗണിച്ച് കളഞ്ഞിട്ടില്ല. ചുരുങ്ങിയത് 12 പ്രാവശ്യമെങ്കിലും അള്ളാന്റെ ഖുർആൻ ആവർത്തിച്ച് ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സുന്നത്ത് നോമ്പും നോൽക്കാൻ സാധിച്ചില്ലെങ്കിലും മാസത്തിൽ ഒരു നോമ്പെങ്കിലും എനിക്ക് നോൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചേർക്കേണ്ട ബന്ധങ്ങൾ അവരിങ്ങോട്ട് ചേർത്തിട്ടില്ലെങ്കിലും അത് ക്രമപ്രവൃദ്ധമായി ചേർത്ത് പിടിക്കാൻ ഈ 12 മാസം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദഅവത്ത് രംഗത്ത്, മഹല്ല് പള്ളി രംഗത്ത്, എല്ലാ രംഗത്തും എന്നെ കൊണ്ട് എവിടെയൊക്കെ സേവനം ചെയ്യേണ്ട സന്ദർഭമുണ്ടോ അതൊക്കെ എന്നെ കൊണ്ട് പരമാവധി ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് അടിക്കുറിപ്പെഴുതാൻ സാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2026 ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് അഹ്കാഫിലാണ്. ഒന്ന് വീട്ടിൽ പോയി പരിശോധിക്കുന്നത് പരലോകത്തെ ആരോഗ്യത്തിന് നല്ലതാണ്. പരലോകത്തെ ആരോഗ്യത്തിന് നല്ലതാണ്. നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു നരകവാസികളെ. ഇനി അടുത്ത പ്രവർത്തനം അവരെ നരകത്തിലേക്ക് എടുത്തെറിയുക എന്നതാണ്. അതിന്റെ മുമ്പ് അവർക്ക് ബോധ്യപ്പെട്ടതാണെങ്കിൽ പോലും ഒന്നുകൂടെ എന്തുകൊണ്ട് ഈ നരകത്തിലേക്ക് അവർ എറിയപ്പെട്ടു എന്ന്, ആ നരകത്തിന് അർഹരാവാൻ അവരെ ഇടയാക്കി അവരുടെ പ്രവർത്തനം എന്ത് എന്ന് അള്ളാഹു അവരെ വായിച്ച് കേൾപ്പിക്കുന്ന രംഗമാണ് സൂറത്ത് അഹ്കാഫിലെ ഞാൻ ഓതി വെച്ചായത്. നരകവാസികളെ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ദിവസം, നരകത്തിലേക്ക് എറിയാൻ. ആയത്ത് നമ്പർ 20 ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ പോയി നോക്കുക. എന്താ കാരണം? അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും ദുനിയ. അതാണ് ഏറ്റവും മർമ്മം. അദ്ഹബതും, നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ത്വയ്യിബാതികും, നിങ്ങൾക്ക് സ്വർഗം നേടാൻ, നരകമോചനം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഞാൻ നൽകിയ സകലമാന വിഭവങ്ങളും, ആയുസ്, ആരോഗ്യം, സമയം, സമ്പത്ത്, അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സൗകര്യവും സാഹചര്യവും, ഈ 6 നിങ്ങൾക്ക് നാം നൽകിയിരുന്നു. പക്ഷേ നിങ്ങൾ പാഴാക്കി. എന്നിട്ടോ വസ്തംതഅതും ബിഹാ, നിങ്ങൾ ആരോഗ്യം കൊണ്ട് സുഖിക്കുകയായിരുന്നു, സുഖത്തിൽ നിന്ന് അടുത്ത സുഖത്തിലേക്ക് ഓടുകയായിരുന്നു, ഒരു നേട്ടത്തിൽ നിന്ന് മറ്റൊരു നേട്ടത്തിലേക്കുള്ള നെട്ടോട്ടമായിരുന്നു, ഒരു സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്ഥാപനത്തിലേക്കുള്ള ഓട്ടമായിരുന്നു. നിങ്ങൾ വിചാരിച്ചത് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചത് കച്ചവടം നടത്താനും പണമുണ്ടാക്കുവാനുമാണ് എന്നാണ്.
നിങ്ങളെ ഭാര്യമാരും കുട്ടികളും വിചാരിച്ചത് ബാപ്പ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് ആസ്വദിക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അദ്ഹബത്തും ത്വയ്യിബാത്തിക്കും ഫീ ഹയാത്തിക്കും ദുനിയ വസ്തംതഅ്തും ബിഹാ. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുഖിക്കുകയായിരുന്നു. അല്ലേ സഹോദരന്മാരെ? ഒരു സുഖത്തിൽ നിന്ന് അടുത്ത സുഖം, ഒരു സൗകര്യത്തിൽ നിന്ന് അടുത്ത സൗകര്യം, ഒരു നേട്ടത്തിൽ നിന്ന് അടുത്ത നേട്ടം, ഒരു വളർച്ചയിൽ നിന്ന് അടുത്ത വളർച്ച, അടുത്ത വളർച്ച. എവിടെയാ തളർച്ചയുള്ളത്? ഇല്ല. അനിവാര്യമായി ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് നിൽക്കുന്ന മരണത്തെ പറ്റിയോ ഒരു വാക്കുകൊണ്ട് പോലും ആരും സഹായിക്കാനില്ലാത്ത അള്ളാന്റെ മുമ്പിലെ വിചാരണയെ പറ്റിയോ ചിന്തയില്ല. എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനിരിക്കുന്നു. അന്നവർ 5 കാര്യത്തെ സ്നേഹിക്കും, 5 കാര്യത്തിന്റെ പിന്നാലെ ഓടും, 5 കാര്യത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കും. എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടുന്ന, ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടുന്ന, ഏറ്റവും കൂടുതൽ പരിഭ്രമിക്കേണ്ടുന്ന 5 കാര്യത്തെ അവർ മറന്നുപോകും. ആ മറവിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതാണത്? യുഹിബ്ബൂനൽ ഹയാത വയൻസൂനൽ മമാത്. യുഹിബ്ബൂനൽ ഹയാത, ജീവിതത്തെ സ്നേഹിക്കും. ആര്? ഞാൻ. മക്കളെ ഭൗതിക ജീവിതം, ഭാര്യ സന്താനങ്ങളുടെ ദുനിയാവിലെ ജീവിതം, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ഡ്രസ്സ്, അവന്റെ വാഹനം, അവന്റെ യാത്ര എല്ലാം ശ്രദ്ധിക്കും. അതിനൊക്കെ പ്രത്യേക ഫണ്ട് വകയിരുത്തും. എല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. സ്കൂളിൽ പാരന്റ്സ് മീറ്റ് ഉണ്ടെങ്കിൽ ജോലി ലീവ് എടുത്തു പോകുന്ന രക്ഷിതാക്കളെ എനിക്കറിയാം. മദ്രസയിൽ പാരന്റ്സ് മീറ്റ് വെച്ചാലോ എന്താ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. എന്താ കാര്യം? പ്രയാസമല്ലല്ലോ. സ്കൂളിൽ പോയില്ലെങ്കിൽ പ്രയാസം. കാരണം SSLC എല്ലാ A+ കിട്ടിയാൽ തന്നെ അഡ്മിഷൻ കിട്ടൂല. എവിടെ? ഇവിടെ അഡ്മിഷൻ കിട്ടൂല. ഏതിനാ പ്രാധാന്യം? ഹയാത്ത, സംസാരിക്കുന്നത് ജീവിതത്തെ പറ്റി, കേൾക്കുന്നത് ജീവിതത്തെ പറ്റി, ചിന്തിക്കുന്ന ജീവിതത്തെ പറ്റി, കൊതിപ്പിക്കുന്നത് ജീവിതത്തെ പറ്റി. സോഷ്യൽ മീഡിയ തുറന്നു നോക്കൂ. ഒരു കുട്ടി വളരെ ചെറുപ്പത്തിൽ UK-യുടെ, അമേരിക്കയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ അവസരം നേടി. ലോകം മുഴുവൻ ആ കുട്ടിക്ക് എന്തൊരു ഭാഗ്യവാൻ അല്ലേ? എന്താ കിട്ടിയത്? ദുനിയാവാ കിട്ടിയത്. അതെന്തിനാ നമ്മളെ മക്കളോട് പറയണം കേട്ടോ, ഇവനെ പോലെ ആവണം കേട്ടോ. ഏത് ലോകത്തേക്കാ പ്രചോദനം? ദുനിയാവിലെ നേട്ടത്തിൽ. ഭൗതിക ജീവിതമാണ് എല്ലാവരുടെയും ലക്ഷ്യം. യുഹിബ്ബൂനൽ ഹയാത എന്നാ വയൻസൗനൽ മമാത്. മരണത്തെ മറന്നുപോകുന്നു. ഒരു ദിവസം തുടങ്ങുമ്പോ ആദ്യം ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുന്ന എന്താ? അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വഇലൈഹിൻ നുശൂർ. ഉണരാത്ത ഒരു ഉറക്കം എനിക്കുണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് സഹോദര സഹോദരി ഓരോ ദിവസത്തിന്റെയും തിരശീല ഒരു വിശ്വാസം ഉയർത്തുന്നത്. പക്ഷേ അർത്ഥം അറിയാതെ പറയുന്നത്. ഒരു ദിവസത്തിലെ തിരശീല താഴ്ത്തുന്നതോ അല്ലാഹുമ്മ ബിസ്മിക അമൂതു. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാനിതാ മരിക്കുന്നു. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അറബി അറിയാത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അറബി എങ്ങാനും അറിയാണിത് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾ പറയാൻ സമ്മതിക്കോ? മുണ്ടല്ലിയ 4 പെൺകുട്ടികളെ കെട്ടിക്കാനല്ല, നിങ്ങൾ മരിക്കുക. അല്ലാഹുമ്മ ബിസ്മിക അമൂതു. നോക്കൂ നിങ്ങൾ, അതിനിടക്ക് കറണ്ടാണ്ട് പോയി. എന്താ കറണ്ട് പോയുള്ള പ്രാർത്ഥന? കറണ്ട് പോയുള്ള പ്രാർത്ഥന. അത് റസൂലിന്റെ കാലത്ത് ഇല്ലല്ലോ, ഇല്ലേ? എന്താ പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ചില മനുഷ്യന്മാരത് പറയണ ആരോ മരിച്ചെന്ന് ഉറപ്പാവണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. സഹോദരാ, നിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് താഴെ വീണാൽ, നിന്റെ കാലൊന്ന് തെന്നിയാൽ, നിന്റെ തല എവിടെങ്കിലും വെച്ചൊന്ന് കുത്തിപ്പോയാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുലേക്കുള്ള മടക്കത്തെ പറ്റിയാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ജീവിതത്തിലോ യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്. ജീവിതത്തെ സ്നേഹിക്കുന്നു, മരണത്തെ മറന്നു പോകുന്നു. 45 കൊല്ലം ഗൾഫിൽ നിന്ന് ഒന്നും സമ്പാദിക്കാതെ പോന്നാൽ പോട്ടാൽ ഏതിന്റെ അർത്ഥത്തെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ അറിയോ? ദുനിയാവിന്റെ അടിസ്ഥാനത്തിലാ. 3 മരുക്കളുണ്ട്.
ഏത് പുയാപ്പളുടെ കാര്യത്തിലാണ് എനിക്ക് സന്തോഷം? മൂത്തവന്റെ കാര്യത്തിൽ പിന്നെ ബേജാറാവാല്ല. അതിന്റെ സ്വർഗം കിട്ടോ? സ്വർഗല്ല, ഇവിടെ കിട്ടിക്കുന്നു. ഇവിടെ മൂപ്പർക്ക് വീടും കാര്യങ്ങളൊക്കെ ആയി. മൂപ്പര കാര്യത്തിന് ബേജാറാവാനില്ല. ഏത് ലോകത്തെ പറ്റി? ദുനിയാവിനെ പറ്റി. ഇളയ പുതിയാപ്പളുടെ കാര്യത്തിൽ അപ്പൊ ഒരു ബേജാർ എന്ത്? നിസ്കരിക്കല്ലേ? നിസ്കരിക്കൽ കൊണ്ട് പോരായില്ല. അപ്പൊ ഏറ്റവും വലിയ ബേജാർ ഏതാ? ദുനിയാവിലെ പോലെ. യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത്, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ. വീട്, പൊരന്റെ പേര്, ഇവിടുത്തെ കഥ എന്താന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പൊരന്റെ പേര് പോരാന്ന എന്ന് പറഞ്ഞാൽ പോരാ. എന്ത് പോരാ? ഒന്നും പോരാ. അടുക്കള തീരെ പോരാ. ഡൈനിങ് ഹാളോ അത്രയും പോരാ. ഈ സ്ഥലം ശരിയായില്ല, അതും ഇന്ന് വെച്ച് കെട്ടി ഏച്ചു കെട്ടി വലുതാക്കി മോളുണ്ടാക്കി. യുഹിബ്ബൂനൽ ഖുസൂർ, അവർ അവരുടെ മണിമാലികളെ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലെ യുഹിബ്ബൂനൽ ഖുബൂർ, ഖബറിനെ മറന്നു. അടുത്ത നിമിഷം ഒന്ന് കാല് തെറ്റി വീണാൽ, ജീവൻ പോയാൽ കിടക്കേണ്ട വീടേതാ? ഖബർ. ചിന്തിച്ചൊന്ന് രാവിലെ നേരം വെച്ചിട്ട് 10 മണിക്കൂറായി. ഇന്ന് രാത്രി അവരവന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങും എന്ന് പറയാൻ ധൈര്യമുള്ള ആരാണ് ഈ പള്ളിയിലുള്ളത്? ഇന്ന് രാത്രി കിടക്കേണ്ടത് ഖബറിലാണെങ്കിൽ ആ ഖബറിൽ പ്രകാശം വരാൻ, ആ ഖബർ വിശാലമാവാൻ, ആ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടാൻ, ആ ഖബറിലേക്ക് വരുന്ന മലക്കുകളുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ, നം കനൗമത്തിൽ അറൂസ്, ഒരറയിൽ പുതിയാപ്പോൾ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കൊള്ളൂ എന്ന സന്തോഷകരമായ വാക്ക് മലക്കിൽ നിന്ന് കേൾക്കാൻ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ, യുഹിബ്ബൂനൽ മാല. പൈസ ഉണ്ടാക്കണ, പൈസ അല്ലെങ്കിൽ 10 പൈസ വില ഉണ്ടാവില്ല സഹോദരന്മാരെ. മനസ്സിലായോ? നിങ്ങളും കയ്യിൽ പൈസ തീർന്നു നോക്കണം. ഒരു കുട്ടി തിരിഞ്ഞു നോക്കൂല. അപ്പൊ എങ്ങനെങ്കിലും കയ്യും കാലും പോയതിനു മുമ്പ് പൈസ ഉണ്ടാക്കണം. ഹറാമു ഹലാലും നോക്കണ്ട. വയൻസൗനൽ ഹിസാബ്, ഓരോ നയാ പൈസയും എവിടെ കിട്ടി, എവിടെ ചെലവഴിച്ചു, അള്ളാഹിനോട് മറുപടി പറയണം. ഡ്രസ് കോഡിന്റെ പൈസ ഇതിലാ ഉൾപ്പെടുക. മഞ്ഞൾ കല്യാണത്തിന്റെയും മൈലാഞ്ചി കല്യാണത്തിന്റെയും പുതിയാപ്പടുന്ന വാടക കൂടിയ ഡ്രസ്സിന്റെയും പൈസ ഏത് അക്കൗണ്ടിലാ പെടുക? അറിയും. കല്യാണത്തിന്റെ തലേ ദിവസം ഒരാഴ്ച മുമ്പും പൊടി പൊടിക്കുന്ന പൈസ സഹോദര റബ്ബിന്റെ മുമ്പിൽ ഏത് അക്കൗണ്ടിൽ പറയും? മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ മാ തസൂലു ഖദമ അബ്ദിൻ, മാ തസൂലു ഖദമ അബ്ദിൻ, ഒരടിമയുടെ കാൽപാദം അനക്കാൻ കഴിയൂല. ഹത്താ യുസ്അലു അൻ അർബഇൻ, 4 കാര്യത്തെ പറ്റി റബ്ബ് ചോദിച്ചിട്ട് റബ്ബിന് തൃപ്തിപ്പെടുന്ന മറുപടി പറഞ്ഞിട്ടല്ലാതെ. ചില പൈസക്കാരെ വിചാരം എന്താ അറിയോ? ഓന്റെ പൈസ എന്നാ ഈ വരുമ്പം കൊണ്ടുവന്നതാ? ഈ പ്രസവിച്ച് വരുമ്പോ കൊണ്ടുവന്നതാണോ? അല്ലല്ലോ, അള്ളാഹ് തന്നതാട്ടോ. എത്ര റുപ്യ നിനക്ക് തന്നു എന്ന കൃത്യമായ കണക്ക് റബ്ബിന്റെ കോടതിയിലുണ്ട്. ആ ഓരോ നയാ പൈസയും നിന്റേതായിരുന്നില്ല. അതിന്റെ അവകാശികളെ പരിസരത്തുണ്ടായിരുന്നു. നീ വിചാരിച്ച എന്താ അറിയോ? നിന്റെ കച്ചവടത്തിന് കിട്ടിയതാണെന്നാ. ഓയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാം. അത് ചെല്ലി പടച്ചോന്റെ അടുത്തേക്ക്. 4ാമത്തെ ചോദ്യം മിൻ അൻ മാലിഹി, 3ാമത്തെ ചോദ്യം അൻ മാലിഹി, സമ്പത്ത് എഴുന്നാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കണം. പറയാൻ പറ്റുമോ? നമ്മൾ പൈസ ഉണ്ടാക്കിയ വയ്യ റബ്ബിനോട് പറയാൻ പറ്റിയ വയ്യ? അതൊരു വിധം പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവാം. നമുക്കങ്ങനെ നിഷേധിക്കാൻ പറ്റൂല. പക്ഷേ സമ്പാദിച്ചത് 100% അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലാണെന്ന് പറയാൻ കഴിയുന്ന 99% ആൾക്കും ചെലവഴിച്ചത് മുഴുവൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലാണ് എന്ന് പറയാൻ കഴിയില്ല. പോയില്ലേ? കുടുങ്ങിയില്ലേ? കാലണക്കാൻ കഴിയോ? നിങ്ങൾ വിചാരിച്ച കുറെ അങ്ങനെ നിൽക്കുമ്പോ എന്നാ പോയിക്കോ എന്നുള്ള പറയുന്ന വിചാരിക്കണ്ട. മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷേ സമ്പത്തിനെ സ്നേഹിക്കുന്നു. വയൻസൗനൽ ഹിസാബ്, ആ ഓരോ നയാ പൈസയും എഴുതി കിട്ടി എങ്ങനെ ചെലവഴിച്ചു എന്ന കൃത്യമായ അക്കൗണ്ട് സമർപ്പിക്കുന്നതിനെ പറ്റി അവർ മറന്നു പോകുന്നു. യുഹിബ്ബൂനൽ ഖൽഖ, സൃഷ്ടികളോടാ സ്നേഹം. വയൻസൗനൽ ഖാലിഖ, സൃഷ്ടാവിനെ മറന്നു പോവുകയാണ്. നമ്മൾ ആദ്യം മാർക്കറ്റ് പഠിച്ചവനാണല്ലോ. പിന്നെ എപ്പോഴാ ഓർമ്മ വരിക? ഒക്കെ കഴിഞ്ഞിട്ടാ ഓർമ്മ വരിക. എന്റെ അങ്ങനെ ജനങ്ങൾ അങ്ങനെയാ പറഞ്ഞത്, എന്റെ കുടുംബക്കാർ ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ നാട്ടിൽ ഇങ്ങനെയാ, എന്റെ മഹലിൽ ഇങ്ങനെ. ആരാ? അള്ളയാണോ സൃഷ്ടികളാണോ? മഹല്
ആരാ കുടുംബക്കാര് പടത്തോനാ? കുടുംബക്കാരെ ഇഷ്ടം. പിന്നെ ഓന്റെ കൂടെ പഠിച്ച കുട്ടികളെ കൂടി വന്ന് ഒപ്പന നടത്തി മൗലവി ഇപ്പൊ ഞാൻ എന്താ കാട്ടുക? ഞാൻ എന്താ കാട്ടുക? എന്നോട് അയക്കണ്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പറയാൻ കഴിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ മാതാപിതാക്കൾ കൈമലർത്തുക. പിന്നെ ആരോടാ പറയേണ്ടത്? അതെന്തേ? ഓന്റെ കൂടെ പഠിച്ച കുട്ടികളാണ്. എന്താപ്പ നമ്മള് ചെയ്യാ? സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? വെക്കേഷനാണ്, കുട്ടികൾ സിനിമ കാണുന്നു. എന്താ ന്യായം? വെക്കേഷൻ അല്ലേ, കുടുംബക്കാരല്ലേ. പിന്നെ നമ്മളായിട്ട് പറഞ്ഞാൽ പിന്നെ ആ ബന്ധമല്ലാതെ ആവണ്ട. എന്താപ്പ കാട്ടുക? അള്ളാഹ്ക്ക് ഇഷ്ടല്ല, നമുക്ക് പ്രയാസമല്ല. പ്രവാചകന് ഇഷ്ടല്ല, നമുക്ക് പ്രയാസമല്ല. കുടുംബക്കാർക്ക് ഇഷ്ടല്ല, പ്രയാസ. കുടുംബക്കാർക്ക് ഇഷ്ടല്ല, പ്രയാസ. നാട്ടുകാർക്ക് ഇഷ്ടല്ല, പ്രയാസ. ആരെയാ പരിഗണിക്കുന്നത്? യുഹിബ്ബൂനൽ ഖൽഖ. ആരെയാ മറന്നത്? വയൻസൂനൽ ഖാലിഖ, സൃഷ്ടാവിനെ. യുഹിബ്ബൂന ദുനിയ വയൻസൂനൽ ആഖിറ. ദുനിയാവിനെ ഇവിടെ സുഖമായി ജീവിക്കണം, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. അതിനെന്ത് വിട്ടുവീഴ്ചയും ചെയ്യും, എന്തും ചെയ്യും. എന്നാ വയൻസൂനൽ ആഖിറ, അവസാനിക്കാത്ത പരലോകത്തെ പറ്റി മറന്നു പോകുന്നു മനുഷ്യൻ. അതുകൊണ്ട് ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടു, ഓരോരുത്തരും പരിശോധിക്കണം, എന്താ ഞാൻ ചെയ്തു വെച്ചത്? ഒന്ന്. രണ്ട്, ഞാൻ ചെയ്തു വെച്ചതൊക്കെ പരലോകത്തെത്തിയാൽ അവിടെ ഉണ്ടാവുമെന്നും ആലോചിക്കണം. അള്ളാഹ് സ്വീകരിക്കണ്ടേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ലക്ഷോപലക്ഷം കോടാനകോടി മനുഷ്യർ തിരിഞ്ഞ് നമസ്കരിക്കുന്ന കഅബാലയം പടുത്തുയർത്തി എന്താ പറയാ, പിന്നെ രണ്ടാമതുണ്ടാക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ എടുത്തു ഉദ്ധരിച്ചെന്തിനാ? ഒരു വിശ്വാസി ഒരു അമൽ ചെയ്താൽ അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹ് പറഞ്ഞിട്ടല്ലേ ഞാൻ കഅബ ഉണ്ടാക്കിയത്, പിന്നെ എങ്ങനെ ഇപ്പൊ അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കുക? അതിപ്പോ പ്രത്യേകിച്ച് പോണോട് പറഞ്ഞോളൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചോ ഖലീലുള്ള? ഇല്ല. നമ്മക്ക് പിന്നെ നമസ്കരിച്ച് കഴിയാൻ കാത്തുക പടച്ചോൻ സ്വീകരിക്കാൻ. കാരണം എന്താ, നമ്മൾ അത്രയും മുകളിലാണല്ലോ ഉള്ളത്. ആരെങ്കിലും ആലോചിച്ചോ, കഴിഞ്ഞ ഒരു വർഷത്തെ 1800 ഫർദ് നമസ്കാരം, സുന്നത്ത് കോട്ട സഹോദരന്മാരെ, 1800 ഫർദ് നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയാൻ കഴിയോ? ഒരു മാസത്തെ റമദാൻ അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിലാണെന്ന് പറയാൻ കഴിയോ? അതാണ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. എന്തൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്തത് പോലും എനിക്ക് പരലോകത്ത് ഗുണകരമായി ലഭിക്കുമോ എന്ന ചിന്ത. രണ്ട്. മൂന്നാമത്തെ എന്താ അറിയോ? ഞാൻ ചെയ്ത നന്മ എനിക്ക് തന്നെ കിട്ടുമോ, അതല്ല വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്നാ. അതെങ്ങനെയാ? ഒരാളെ പറ്റി ഞാൻ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഉപദ്രവിച്ചാൽ പരലോകത്തെന്ന് അള്ളാഹു എങ്ങനെ തീരുമാനാക്കല്? എന്റെ നന്മ എടുത്ത് ഓനക്ക് കൊടുക്കും. ഞാൻ ചെയ്തു പോയോ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. എത്ര സമ്പാദിച്ചാലും മതിയാവില്ല സഹോദരന്മാർ. ബനി ഇസ്രായേൽക്കാരിലുള്ള ഒരാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. പർവ്വത സമാനമായ ഇബാദത്തുമായി വരുന്ന ഇദ്ദേഹം വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ സ്വർഗത്തിൽ കടക്കാൻ പ്രവേശിപ്പിക്കാൻ അള്ളാഹ് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്റെ കാരുണ്യം കൊണ്ട് ഇയാളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. മലക്കളോട് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ഇയാൾക്കൊരു സംശയം, ഇത്രയും ഇബാദത്തുമായി വന്ന എനിക്ക് എന്റെ ഇബാദത്ത് തന്നെ സ്വർഗത്ത് പോവാലോ, പിന്നെ എന്തിനാണ് അള്ളാഹു എന്റെ കാരുണ്യം കൊണ്ട് എന്ന് പറഞ്ഞതെന്ന് അയാൾക്കൊരു സംശയം. ആ സംശയം തീർത്തു കൊടുക്കണമല്ലോ. അള്ളാഹ് എന്താ ചെയ്തതെന്നറിയോ? അയാളെ 2 കണ്ണും ഊരിയെടുത്തു. മീസാൻ എന്ന ത്രാസിൽ ആ 2 കണ്ണും ഒരു തട്ടിൽ വെച്ചു. മറ്റേ തട്ടിൽ ഇദ്ദേഹം ചെയ്ത പർവ്വത സമാനമായ ഇബാദത്ത് വെച്ചു. ഖനം കണ്ണിനായിരുന്നു അത്രേ. അള്ളാഹു ചോദിച്ചു, മറ്റെന്തൊക്കെ അവയവം നിന്റെ ശരീരത്തിലുണ്ട്, അതിനുള്ള ഇബാദത്ത് എവിടെ? ഇയാൾ വിറച്ചുപോയി. നമ്മൾ ചെയ്ത ഇബാദത്തും നമ്മൾക്ക് അല്ലാഹു തന്ന നിഅമത്തും തമ്മിൽ ചേർത്ത് വെച്ചാൽ സഹോദരാ, ഒരിക്കലും അതിന് സമാനമായി നന്ദി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കിട്ടുന്ന രൂപത്തിലാവണം നമ്മുടെ ജീവിതം. ദൗസ് ഗോത്രത്തിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. കുറച്ചു ദിവസം പള്ളിയിൽ താമസിച്ചു. ആ ഗോത്രം തിരിച്ചുപോയി. ഒരാൾ മാത്രം പോയില്ല. അദ്ദേഹം മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ സദസ്സിൽ ഖുർആനും ഹദീസും പഠിക്കാനിരുന്നു. 5000-ഓളം ഹദീസ് പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് കേട്ട് ഹൃദ്യസ്ഥമാക്കി മുസ്ലിം ഉമ്മത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ മുഹദ്ദിസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. മരിക്കാൻ കിടക്കുമ്പോ കരയാണ്.
ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞങ്ങൾ കേട്ടതിനേക്കാളും ഞങ്ങൾ കണ്ടതിനേക്കാളും ഞങ്ങൾ സഹവസിച്ചതിനേക്കാളും അള്ളാഹു റസൂലിനെ കേൾക്കാനും കാണാനും സഹവസിക്കാനും അവസരം കിട്ടിയ ആളല്ലേ, എന്തിന് കരയണം? ഒരു വിശ്വാസം മുഴുവൻ പട്ടിണി കടന്ന് അള്ളാഹിന്റെ ഖുർആനും പ്രവാചക വചനങ്ങളും പഠിച്ച് മുസ്ലിം ഉമ്മത്തെ എത്തിച്ചു തരാൻ ഉരുകിത്തീർന്ന ഒരു മെഴുകുതിരിയുടെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ചോദ്യത്തോട് അദ്ദേഹം മരണാശയിൽ കിടന്നുകൊണ്ട് പ്രതികരിച്ച എന്താണെന്നറിയോ? ഖില്ലത്തു സാദി വ തൂലു സഫരി. ഖില്ലത്തു സാദി വ തൂലു സഫരി. എന്റെ സമ്പാദ്യം വളരെ ശുഷ്കമാണ് കൂട്ടുകാരെ, എന്റെ യാത്ര വളരെ സുദീർഘമാണ്. ആരാ പറഞ്ഞത്? മദീന പള്ളിയിൽ ഉരുകി തീർന്ന മെഴുകുതിരി. നമ്മളോ ആലോചിക്കണം, ഇതാണ് നമ്മൾ ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ആരംഭിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്ഡേഷനില്ലാത്തവർക്ക് ഒരു മേഖലയിലും വിജയിക്കാൻ സാധ്യമല്ല. എന്തൊക്കെയോ ചേർക്കേണ്ടതുണ്ട്, എന്തൊക്കെയോ ഒഴിവാക്കേണ്ടതുണ്ട്, എവിടെയൊക്കെയോ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഓരോരുത്തരും പരിശോധിക്കുക. ഇനി എത്രയാണോ അള്ളാഹു നൽകിയ ജീവിതം, അത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കുവാനുള്ള വഴി അന്വേഷിക്കുക. എവിടെയാണ് തിരുത്തേണ്ടത് തിരുത്തുക. അടുത്ത വർഷം ഇതേപോലെ ഇവിടെ ഇരിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ എന്നറിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടിയ നമ്മൾ കിട്ടിയ ദിവസം ഉപയോഗപ്പെടുന്നതോടൊപ്പം കഴിഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുപ്പിച്ച് 2025 നേട്ടത്തിന്റെയും വർഷമായി മാറ്റാനുള്ള പരിശ്രമവും ഈ വർഷം തന്നെ നമ്മൾ നടത്തണം. ആ ഒരു പ്രതിജ്ഞയാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസിറിൽ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരോട് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യവും ആ ചോദ്യത്തിന് അവർ പറയുന്ന മറുപടിയും എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാ സലക്കക്കും ഫീ സഖർ. നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന ഭയാനകമായ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നവരായി മാറിയത്? ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെയായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ. ദുർബലരായ പാവങ്ങളെ പറ്റി, രോഗികളെ പറ്റി, കഷ്ടപ്പെടുന്നവരെ പറ്റി ചിന്തിച്ചില്ല. കാരണം എന്താ? കോമ്പൗണ്ട് വാൾ ഉണ്ടായിരുന്നു. കോമ്പൗണ്ട് വാൾ എന്തിനാ? അപ്പുറത്ത് പോയിട്ട് ബന്ധമില്ലാതാവാനല്ലേ. എന്നിട്ടോ നമ്മൾ നമ്മിലേക്ക് ഒതുങ്ങാനല്ലേ കോമ്പൗണ്ട് വാള് ഉണ്ടാക്കിയില്ലേ? ഞാനും ഉണ്ടാക്കി. അതോടുകൂടെ എന്തായി? ഞാനും എൻ്റെ മക്കളും മാത്രമായി. മറ്റവന്റെ ദുഃഖം നമ്മുടെ ദുഃഖമായില്ല, മറ്റവന്റെ ദുഃഖം പ്രയാസം നമ്മുടെ പ്രയാസമായില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ. മൂന്നാമത്തെ എന്താ അറിയോ? വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എല്ലാരും അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കൂട്ടത്തില് ഞാനും ആണ്ട് കൂടിക്കൊടുത്തു. എല്ലാ മേഖല അങ്ങനെ തന്നെയല്ലേ. ഈ പുതുവർഷ പുലരി ആഘോഷിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെട്ടവരിൽ മുസ്ലിങ്ങളില്ലേ? അപ്പുറത്തെ കല്യാണത്തിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ വഴി ഉണ്ടായിരുന്നു. എത്ര വ്യക്തം നമ്മൾ അള്ളാഹും റസൂലും പറഞ്ഞ രൂപത്തിൽ പോകേണ്ടവരാണ്. യഥാർത്ഥത്തിലെ ഭേദം എന്താ പറയുക? പരലോകത്ത് ഒരു നന്മ ചെയ്യാൻ എനിക്കും നിങ്ങൾക്ക് അവസരം തന്നു അള്ളാഹു. നിങ്ങൾ ചെയ്തു, ഞാൻ ചെയ്തില്ല. ആ ചെയ്ത പ്രതിഫലവുമായി നിങ്ങൾ പോകുന്നത് കാണുമ്പോണ്ടാകുന്ന ഏകേത സഹോദര, തീരാത്ത ഖേദം. ഒരു നന്മ ചെയ്യാൻ അള്ളാഹു ഒരാൾക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്യാത്തതിൻ്റെ ഒരു ഖേദം ഉണ്ടാവില്ല. ഒരു പക്ഷേ അയാൾ ആഗ്രഹം കൊണ്ട് കൂലി കൊടുക്കും. പക്ഷേ രണ്ടാൾക്കും ഒരു നന്മ ചെയ്യാൻ അവസരം കൊടുത്തു. ഒരാൾ ചെയ്തു, മറ്റേയാൾ ചെയ്തില്ല. ചെയ്ത ആള് അതിന്റെ കൂലി വാങ്ങി പോണത് കാണുമ്പോഴാണ് പടച്ചോനെ എനിക്കും അത് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നല്ലോ എന്ന് ഖേദിക്കല്ല. മരണസമയത്ത് പറയും, അള്ളാഹുവെ ഞാൻ ചെയ്യാതെ വിട്ടുപോയ മുഴുവൻ നന്മകളും ഞാൻ ചെയ്തു കൊള്ളാം, പക്ഷെ കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് അങ്ങനെ ഒരു വിലാപം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയിലെ കളക്ഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ.